വലിയ ഔഷധമൊക്കെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്നത് എന്തോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തോ പരിപാടി സാറേ? പിന്നെ ഇപ്പൊ ഈ മഴക്കാലമാണല്ലോ, അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും കാണും ചേമ്പ്. ഇതും കൊണ്ട് ഒരു ഔഷധം കഷായം ഉണ്ടാക്കാം. ഈ കഷായമാണ് കറിയും ആയിപ്പോയതാ. പണ്ടൊക്കെ കഷായം തന്നെയാണ് അത് ഒരു തരത്തിൽ കഷായമാണ്. അപ്പൊ ഇത് എന്താ അറിയാം, ഈ സാധനം തണ്ട് ചെറിയ ചേമ്പ്. ഈ തണ്ട് ഇങ്ങനെ ഉരിച്ചിട്ട് ഇതും കറി വെക്കാം, ഇതും കറി വെക്കാം. ഇത് എന്ത് ചെയ്യാറിയോ, കുറച്ച് പുളി, കുറച്ച് ചെറിയുള്ളി, കുറച്ച് പിന്നെ എന്താ പറയാ വെളുത്തുള്ളി, ഇതൊക്കെ ചേർത്ത് ഒരു കറി, കുറച്ച് പരിപ്പിടുക. എന്നിട്ട് കടഞ്ഞ് ഇത് കഴിക്കുമ്പോ ഇത് ഏത് മെലിയാത്ത തടിയും മെലിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. വണ്ണം കൂടുതലുള്ളവർ വണ്ണം കുറഞ്ഞു വരും. പിന്നെ കുടലിലെ പ്രശ്നങ്ങൾ, രക്തസംബന്ധമായ പ്രശ്നങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു മാസത്തിൽ ഒരു 3 പ്രാവശ്യം കിട്ടും. അങ്ങനെ ആകുമ്പോ ശരീരം മെലിയും. ഏത് വണ്ണം വെച്ച ശരീരം മെലിക്കുന്ന ഒരു മരുന്നാണ് ഇതിന്. ഈ തണ്ടിനും ഈ ഇലയ്ക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കിഴങ്ങെടുക്കാൻ പറ്റുമോ? കിഴങ്ങെടുക്കാം, കിഴങ്ങ് കഴിക്കാം. ഇത് ചൊറിയും, കാട്ടിക്കാൻ പാടുള്ളൂ. തണ്ടു ഇലയാണ് പറ്റും കറി വെക്കുക. പുളി കൂട്ടണം, പുളി ചേർത്തെങ്കിലേ ഇതിന്റെ കുറിച്ചിൽ മാറത്തുള്ളൂ. ഇത് ആദിവാസികള് എല്ലാ സീസണിലും കഴിക്കുന്നതാണ്. എന്നാൽ നമ്മളെപ്പോലത്തെ ചില ആൾക്കാർ ഈ മഴക്കാലത്ത് മാത്രമേ കഴിക്കുള്ളൂ. എന്നാൽ ഇത് 2 ദിവസം അടുപ്പിച്ച് കൂട്ടിയാൽ തന്നെ ആ ശരീരം മെലിയും. അതാണ് ഒരു പ്രത്യേകത. നല്ല രുചിയാണ്. അത് ഈ ആദിവാസികള് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിനെ കുറിച്ചെല്ലാം അറിയാം. ഈ നാക്ക് മരവിട്ട് നാക്കിന് രുചി അറിയാത്ത, മൂക്കിന് സ്മെല്ലറിയാത്ത അസുഖങ്ങളൊക്കെ വരുമ്പോ ഈ ഇല നല്ലതാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പലർക്കും അറിയപ്പെടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ആദിവാസികളുടെ അതിൽ നിന്ന് പഠിച്ച നമ്മളെ തലമുറകളുടെ അറിവുകളാണ്. നമ്മളൊക്കെ ഇതാണ് കറി വെക്കുന്നത്, ഇതാണ് കഴിക്കുന്നത് കൂടുതൽ. ഇത് കഴിക്കുന്നത് എന്നും യൗവനം നിലനിർത്തും, ആരോഗ്യം ഉണ്ടാവും, യൗവനം ഉണ്ടാവും. അവന്റെ ബോഡി എപ്പോഴും ഒരു നോർമൽ സ്റ്റേജിൽ എപ്പോഴും ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് നല്ലതാണ്. തീർച്ചയായിട്ടും ഒരു വലിയ പുതിയ അറിവാണ്. വേണ്ട ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സുരേഷിനെ വിളിച്ചാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇവരുടെ ആദിവാസികൾ അല്ലെ അവരുപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്കറികളാണ്. ഇലക്കറികളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇതിന് കണക്ക് കൂട്ടേണ്ടത്. ഇലക്കറികൾ എന്ന് പറയാം, മരുന്നും പറയാം. അതാണ് ഇലക്കറി എന്നാ പറയാം സാർ പറഞ്ഞ പോലെ. ഇലക്കറികളാണ്.